ബോസ് എന്ന് പറയുന്നതിൽ ഭയങ്കര കോൺട്രവേഴ്സി ഒഴിഞ്ഞിട്ട് നേരമുണ്ടായിരുന്നില്ല. അത്രയധികം കണ്ടസ്റ്റന്റ് വരികയും പലർക്കും ഹെൽത്ത് ഇഷ്യൂസ് കാരണം അല്ലെങ്കിൽ ബാക്കി അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കാരണം പലരും പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫിസിക്കൽ അസോൾട്ട് വന്നു. ഇതൊക്കെ ഒരു നമ്മൾ ഇവിടുത്തെ ബിഗ് ബോസിൽ ഫസ്റ്റ് ടൈമാണ്, ഇന്ത്യയിലെ തന്നെ അല്ല എല്ലാ ബിഗ് ബോസുകളിലും ഫസ്റ്റ് ടൈമാണ് ഒരു ഫിസിക്കൽ അസോൾട്ട് വരിക. അത് നമ്മുടെ ഈ ഒരു സീസണിലാണ് വന്നത്. ബിഗ് ബോസിൽ വിന്നർ ആയിട്ടിരുന്ന ഒരാള് ഇപ്പോൾ അദ്ദേഹം പല പല കാര്യങ്ങളും ബിഗ് ബോസിനെ കുറിച്ച് വിമർശിക്കുന്നുണ്ട്. പല പല കാര്യങ്ങളും അദ്ദേഹം ഇങ്ങനെ തുറന്നു പറയുന്നുണ്ട്. അതിങ്ങനെ മീഡിയയിലൂടെ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നുള്ള നില ചിലപ്പോൾ അത് ഉണ്ടാമായിരിക്കാം, ഇല്ലായിരിക്കാം. ഈ ഇതില് ഞാൻ കണ്ടിട്ടില്ല. அந்த குரங்கு பொம்மை என்னவள கண்ணாடி சார் அது நம்ம மூஞ்சி அப்படி இருக்கு. സംഭവം ഈ ഹെഡ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് രതീഷ് പറഞ്ഞതല്ലേ, രതീഷ് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ കൈവിരലുകൾ പോലും അഭിനയിക്കുന്നു. രതീഷ് കൈവിരലൊക്കെ എങ്ങനെ അഭിനയിക്കാതിരിക്കും? എവിടെ ചെന്ന ഇങ്ങനെ വഴക്ക് കാണുമ്പോഴേ വിറയ്ക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെയൊക്കെ നാച്ചുറലി വിറയ്ക്കുന്നതാണ്. പിന്നെ ഞാനൊരു ആറ്റിറ്റ്യൂഡ് പിടിച്ച് നിൽക്കുമ്പോ അവര് വിചാരിക്കും ഞാൻ ഭയങ്കര പിന്നെ തകർത്ത് വിടുക. അതൊന്നുമല്ല, വിറച്ചു കുത്തി നിൽക്കുകയാണെന്ന് അവർക്കറിയില്ല. ബിഗ് ബോസ് വീട്ടിൽ ഒരു അമ്മയായിട്ട് മാറാനുള്ള തത്രപ്പാടുകൾ ചെയ്ത് അതിന്ന് വോട്ട് പിടിക്കാനുള്ള ശ്രമം നടന്നിട്ടുള്ളതായിട്ട് തോന്നി. അല്ല, ഞാൻ അങ്ങനെ നിന്നിട്ട് എനിക്ക് വോട്ടൊന്നും കിട്ടിയില്ലല്ലോ അല്ലേ. അതാണ് അതിൻ്റെ ഉള്ള മറുപടി. ജിൻഡോയ്ക്ക് അറിയാം ജിൻഡോയുടെ എതിരാളികള് എങ്ങനെ ജിൻഡോയ്ക്ക് കൂടെ നിർത്തണം എന്നുള്ളത് ജിൻഡോയ്ക്ക് അറിയാം. ജാസ്മിൻ്റെ ചില നേരത്തുള്ള സംസാരങ്ങൾ അതും കൂടെ ഒക്കെ ആയിരുന്നെങ്കിലും നല്ലൊരു കുട്ടിയായിരുന്നു. പക്ഷെ അത് ശരിക്കും ഒരു റിയൽ ലവ് തന്നെയായിരുന്നു അവിടെ. അവർക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പിന് മേലെ ഒരു റിലേഷൻ ഉണ്ടെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ആ റിലേഷൻ എന്താണെന്ന് ഞാൻ ഒരിക്കലും അന്വേഷിച്ചു പോയിട്ടില്ല. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഞാൻ അടുത്ത സെഗ്മെന്റിലേക്ക് പോവാണ്. എന്ന് പറയുന്നത് പീപ്പിൾസ് ചോയ്സ് ആണ് നെക്സ്റ്റ് സെഗ്മെന്റ്. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ശ്രീരേഖയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആൻസർ അല്ല എനിക്ക് അതിനകത്ത് വേണ്ടത്. ഈ ചോദ്യം കേൾക്കുമ്പോൾ എന്തായിരിക്കും പബ്ലിക്കിൽ നിന്നും മെജോറിറ്റി ആൻസേഴ്സ് എന്തായിരിക്കും വരുന്നത്, അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് വേണം ശ്രീരേഖ പറയാനായിട്ട്. ഒരു പക്ഷെ ഞാൻ ചോദിക്കുന്നതിന് എന്തിനും ശ്രീരേഖയുടെ മനസ്സിൽ നിന്ന് പേഴ്സണൽ ആയിട്ടുള്ള ആൻസർ വരാൻ പാടില്ല. ഓക്കെ, എപ്പോഴും നമ്മൾ ജനങ്ങളുടെ സൈഡിൽ നിന്നും ചിന്തിച്ചിട്ട് അവരുടെ വ്യൂ പോയിന്റിൽ നിന്ന് വേണം ആൻസർ ചെയ്യാൻ. ഇതിനെല്ലാം ശേഷം ഇപ്പോൾ ഞാനൊരു കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം നമ്മൾ റാൻഡം ആയിട്ട് ഒരു ആളെ അങ്ങോട്ട് വിളിക്കും. പബ്ലിക്കിൽ ഒരാളെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് അവരുടെ അടുത്ത് സെയിം സാധനങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. അപ്പോൾ അവരും നമുക്കിപ്പം ഒരാളുടെ വെച്ച് ടാലി ചെയ്യാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ നമ്മുടെ പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്ക് ഒരാളെ ഇപ്പോൾ വിളിക്കാൻ പറ്റും സമയപരിധി കാരണം. എന്നിട്ട് അവരുടെ ആൻസറും ശ്രീരേഖയുടെ ആൻസറും നമ്മൾ ടാലി ചെയ്യുമ്പോൾ എത്രത്തോളം സാമ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. റെഡി? ശരി. ആദ്യത്തെ ചോദ്യം, ബിഗ് ബോസ് ഹൗസിൽ ഇത്തവണ പ്രേക്ഷകർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം. പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് ചിന്തിച്ചിട്ട് പറയണം. വഴക്ക്. ഓക്കെ. അടുത്തത്, ബിഗ് ബോസ് മലയാളം സീസൺ 6 പ്രേക്ഷക പിന്തുണ ഇല്ലാതെയും അവിടെ തുടർന്നു പോകുന്ന ഒരു മത്സരാർത്ഥി. എന്റെ മറുപടി വേണ്ട. വേണ്ട പേഴ്സണൽ ചോദ്യങ്ങളൊന്നും അല്ല. റസ്മിൻ. ഓക്കെ, ഇനി ഞാൻ പേഴ്സണൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാലോ ഈ സെയിം ചോദ്യം? ശ്രീരേഖയ്ക്ക് ആരാന്നാ തോന്നുന്നത്? പ്രേക്ഷക പിന്തുണ മാറ്റിവെച്ച് എനിക്ക് പറയാനാണെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെല്ലാം എന്നെക്കാൾ ബെറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു ചോയ്സ് ഞാൻ പറയില്ല. പക്ഷെ അവിടെ കുറച്ച് പേര് ഇനാക്റ്റീവ് ആയിട്ടുണ്ട്. അവർ എല്ലാവരും ബെറ്റർ ആയിരുന്നു. ഇപ്പൊ കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകൾ അതിലുണ്ട്. അവർക്ക് ബെറ്റർ ആക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഡൗൺ ആയിട്ട് നിൽക്കുന്ന നോക്കുകയാണെങ്കിൽ ഞാൻ പറയും അപ്സര, ഈ പറയുന്ന പോലെ റസ്മിൻ, ഇവർ രണ്ടുപേരും ഒക്കെ കുറച്ച് ബാക്കായി. നേരത്തെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് അവർ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഓക്കെ, ശരി. മൂന്നാമത്തെ ചോദ്യം, അർഹിക്കുന്ന സ്പേസ് ബിഗ് ബോസ് വീട്ടിൽ ഇനിയും ലഭിച്ചിട്ടില്ലാത്തത് ആർക്ക്?
അർഹിക്കുന്ന സ്പേസ് ഇനിയും ബിഗ് ആ ബോസ് വീട്ടില് കിട്ടാത്തത്. സിജോ. ഓക്കെ. തുടക്കത്തിൽ ആരും പ്രതീക്ഷിക്കാതിരുന്നതും എന്നാൽ പിന്നീട് ഏവരെയും ഞെട്ടിച്ചു കളഞ്ഞതുമായ ഒരു മത്സരാർത്ഥി. ജിൻഡോ. ഓക്കെ. ഇതൊന്നും പേഴ്സണൽ അല്ലല്ലോ അല്ലേ, ഒപ്പീനിയൻ. ഓക്കെ. ബിഗ് ബോസിൽ നിന്ന് പുറത്തായവരിൽ ഇനി ഒരു തിരിച്ചുവരവ് വേണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് ആർക്ക്? ഗബ്രി ആണെന്ന് തോന്നുന്നു. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഇനി റാൻഡം ആയിട്ട് ഒരാളെ ഞാൻ ഇവിടുന്ന് ഇതിൽ കോൺടാക്ട് ആരെങ്കിലും ചെയ്യാണ്. തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോസിഷൻ എങ്ങനെയാണ് അതൊക്കെ നമ്മള് task ഒക്കെ വരുന്നതായിരിക്കും. ഇതിന്റെ അപ്പുറത്തെ ടാസ്ക് കളിഞ്ഞു വന്നിരിക്കുന്നവനാണ് മോനെ നമ്മൾ. ഓക്കെ, അപ്പൊ അതിന്റെ ആവശ്യമില്ല. ഹലോ സുനിത. ഹലോ, പറഞ്ഞോളൂ. ഞാൻ രമ്യാണ്, മൈൽ സ്റ്റോണിൽ നിന്ന് വിളിക്കുകയാണ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ഷോയിൽ നിന്ന്. ഓക്കെ, പറഞ്ഞോ ചേച്ചി. ഓക്കെ, സുഖാണോ? സുഖായിട്ടിരിക്കണം. ഓക്കെ, ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടോ? ഇപ്രാവശ്യത്തെ സീസൺ 6 കണ്ടിരുന്നോ? കാണുമല്ലോ. എല്ലാം കണ്ട് റെഡി ആയിട്ട് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ? ഞാൻ 2 ദിവസമായിട്ട് കണ്ടില്ല, 2 ദിവസം വീട്ടിലില്ലാത്തതുകൊണ്ട് കണ്ടില്ല. ഓക്കെ, സാരമില്ല. അതുവരെയുള്ള കാര്യങ്ങളെല്ലാം അപ്ഡേറ്റഡ് ആണല്ലോ. ഏകദേശം അപ്ഡേറ്റഡ്. അപ്പൊ ഞാനൊരു 3-4 കാര്യങ്ങൾ ചോദിച്ചോട്ടെ സുനിതയുടെ അടുത്ത്? ഓക്കെ. ആദ്യമേ, ബിഗ് ബോസ് ഹൗസിൽ ഇത്തവണ പ്രേക്ഷകർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അതെന്താണ്? എനിക്ക് തോന്നുന്നു പവർ റൂമാണ് തോന്നുന്നത്. പവർ റൂമാണ്. ഓക്കെ, ശരി, ആൻസർ അവിടെ തെറ്റി. രണ്ടാമത്തേത്, ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ പ്രേക്ഷക പിന്തുണ ഇല്ലാതെയും അവിടെ തുടർന്നു പോകുന്ന ഒരു മത്സരാർത്ഥി. എനിക്ക് തോന്നുന്നു അത് ശ്രീതു ആയിരിക്കും. ശ്രീതു. അതെ. ഓക്കെ, ശരി. അടുത്തത്, അർഹിക്കുന്ന സ്പേസ് ബിഗ് ബോസ് വീട്ടിൽ ഇനിയും ലഭിച്ചിട്ടില്ലാത്തത് ആർക്ക്? അത് പറയണ്ടല്ലോ, നമ്മുടെ ജിൻഡോ ചേട്ടൻ ആണല്ലേ? അതെന്താ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ സുനിത? അല്ല, ജിൻഡോ ചേട്ടൻ എന്താ വെച്ചാൽ ശരിക്കും പുള്ളിനെ എല്ലാരും മണ്ടൻ മണ്ടൻ എന്ന് വിളിക്കുമെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് പുള്ളി നല്ല ബ്രില്യന്റ് ആയിട്ട് കളിക്കുന്ന ഒരാളാണെന്നാണ്. കൊടുത്താലും പുള്ളിനെ ചെയ്യാവുന്നതിന്റെ മാക്സിമം പുള്ളി ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്, എനിക്ക് അറിയാവുന്ന കുറെ ആൾക്കാർക്കും ഇത് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതിനുള്ളിൽ തന്നെ ഒരു പുള്ളിനെ ഒരു ഡിഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക, അങ്ങനത്തെ ഒരു ഒറ്റപ്പെടുത്തൽ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുള്ളിയുടെ പേര് പറഞ്ഞത്. ഓക്കെ, ശരി. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തുടക്കത്തിൽ ആരും പ്രതീക്ഷിക്കാതിരുന്നതും എന്നാൽ പിന്നീട് ഏവരെയും ഞെട്ടിച്ചു കളഞ്ഞതുമായ ഒരു മത്സരാർത്ഥി. അപ്സര ചേച്ചി. ഓക്കെ. ഇനി ഒരേ ഒരു ചോദ്യം കൂടെ. ബിഗ് ബോസിൽ നിന്ന് പുറത്തായവരിൽ ഇനി ഒരു തിരിച്ചുവരവ് വേണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് ആർക്ക്? യമുന ചേച്ചി ആയിരിക്കാം. ഓക്കെ, എല്ലാവരും തെറ്റി. ഓക്കെ, ശരി. അപ്പൊ സുനിത, അപ്പൊ ഇതേപോലെ ഇത് ഫുൾ ഇനി ബാക്കിയും കൂടെ കാണൂലോ അല്ലെ സീസൺ 6? ഓക്കെ, ശരി. അപ്പൊ എന്നാ ഞാൻ ഇപ്പൊ ഷോയുടെ ഇടയിൽ നിന്ന് വിളിച്ചതാ, ഞാൻ പിന്നീട് വിളിക്കാം. ഓക്കെ, ശരി, താങ്ക് യു. സുഖായിട്ടിരിക്കും. ഓക്കെ, ബൈ. മുഴുവൻ തെറ്റി. എല്ലാ ആൻസറും ഒരെണ്ണം പോലും മോളെന്റെ പ്രതീക്ഷയ്ക്ക് അധികം ഒത്തിരി വന്നില്ല. എനിക്ക് മനസ്സിലായത് അകത്ത് കാണുന്നതല്ല പുറത്ത് കാണുന്നത് എന്താണ് മനസ്സിലായി. അപ്പൊ നമുക്ക് ടാസ്ക് കൊടുക്കണ്ടേ? ഏത്തമിടൽ ടാസ്ക് റെഡിയാണ്. ടാസ്ക് ഇതേ പ്രൊഡ്യൂസർ ഇനി ആലോചിച്ച് വരട്ടെ എന്ത് ടാസ്ക് എന്താണ് ടാസ്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അതിപ്പോൾ വഴിയെ ആലോചിച്ച് വരും. അപ്പത്തേക്ക് നമുക്കൊന്ന് റിലാക്സ്ഡ് ആവാം, നമുക്കൊരു വീഡിയോ കാണാം. அந்த குரங்கு பொம்மை என்னவள? கண்ணாடி சார் அது. நம்ம மூஞ்சி அப்படி இருக்கு. സംഭവം അല്ല, ഇത് ആരുടെ വെച്ചിട്ടാ കമ്പയർ ചെയ്യുന്നത്? ദൈവമേ, പൊളി. എന്താ പറയൂ? എനിക്ക് ഇതൊക്കെ ഒന്ന് അയച്ചു തരണം കേട്ടോ. പിന്നെന്താ? ആണോ? അയച്ചുതരാം. എന്താ പറഞ്ഞോളൂ, സംഭവങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തോളൂ. സംഭവം, നമ്മള് ഹോട്ടൽ ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഹോട്ടൽ ടാസ്കിന് വേണ്ടിയിട്ട് പിന്നെ നമ്മള് ഓരോ സെക്ഷൻ നമ്മൾ തിരിക്കും. ഹൗസ് കീപ്പിംഗ്, എന്റർടൈൻമെന്റ്, സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എന്നെ എന്റർടൈൻമെന്റിലേക്ക് ഇട്ടിട്ട് ഇത് 2ാം ദിവസമാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം സെക്യൂരിറ്റി ആയിരുന്നു. ആദ്യത്തെ ദിവസം ഒരു ക്യാരക്ടർ പിടിച്ചു. 2ാമത്തെ ദിവസം ഞാൻ ഈ ക്യാരക്ടറിന്റെ പേരെന്താണെന്ന് അറിയാമോ? ഋഷ്യശൃംഗ്. ഓക്കെ. അപ്പോൾ ഈ ഋഷ്യശൃംഗ് എന്ന് പറയുന്ന ആള് ബ്രഹ്മചാരിയാണെന്നാണ് സ്വയം വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അവിടെയുള്ള സകല പെൺകുട്ടികളെയും വായി നോക്കി പഞ്ചാര അടിക്കുന്ന ഒരു എന്റർടൈനറാണ് ഇയാൾ. ഡാൻസറാണ്.
അപ്പോൾ ഈ പുള്ളിക്ക് ഒരു ക്യാരക്ടർ വേണം എന്ന് തോന്നിയിട്ട് ഞാൻ സത്യം പറഞ്ഞ എന്റെ മനസ്സിൽ വടിവേലു സാർ തന്നെയായിരുന്നു. അങ്ങനെയാണ് ആ മണ്ടയൊക്കെ ഞാൻ ചെയ്തത്. പിന്നെ വെറുതെ നോക്കിയപ്പോ മറ്റേ നമ്മുടെ ബാത്റൂമിന്റെ സൈഡിൽ ഒരു ഈർക്കിൽ കുറ്റിച്ചൂലുണ്ടായിരുന്നു, അതും എടുത്ത് അലങ്കരിച്ചു. പിന്നെ പഴുതാര മീശ, ഏതോ ഒരു സിനിമയിൽ ഞാൻ ഇദ്ദേഹത്തിന് തന്നെ എനിക്ക് തോന്നുന്നു ഏതോ ഒരു രാജാവിന്റെ അത് തന്നെ വരച്ചു വെച്ചിട്ടാണ്. പക്ഷെ ഇപ്പൊ ഈ ഇതില് കാണിച്ചത് എന്താന്ന് വെച്ചാൽ ഞാൻ അതില് സാബു ചേട്ടനും ശ്വേത ചേച്ചിയായിരുന്നു ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നത് അവര് ഹോട്ടൽ ടാസ്കിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരെ പ്രീതിപ്പെടുത്തി കോയിനുകൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പവർ റൂമിലേക്ക് കയറാം. അതായിരുന്നു ടാസ്ക്. അപ്പൊ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഹെഡ് ഡാൻസ് എന്ന് പറഞ്ഞിട്ടൊരു തീം ഉണ്ടായിരുന്നു. ഹെഡ് ഡാൻസ് കാണിക്കാൻ ഇച്ചിരി പാടാണ്. ഹെഡ് മാത്രമേ നമ്മള് യൂസ് ചെയ്യുന്നുള്ളൂ. അതിൽ ആ മേക്കപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റ് ആയിരിക്കും. ഇത് ഞാൻ കണ്ടുപിടിച്ച ഹെഡ് ഡാൻസ് ആണ്. ഈ ഹെഡ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ അപ്പൊ ഈ ഹെഡ് ഇങ്ങനെ മൂവ് ചെയ്യും, അവസാനം അമ്പ് കൊണ്ട് ഹെഡ് ചാവും. അപ്പൊ ഇത് ഹെഡ് മാത്രമേ ഈ സെറ്റിയുടെ പുറകിൽ നിന്ന് ഹെഡ് മാത്രമേ കാണിക്കുള്ളൂ. എനിക്ക് അതിന് ഭയങ്കരമായിട്ട് കോയിനൊക്കെ തന്നു. മേ ബി ഈ ആക്ട് ഒന്ന് നിർത്തിപ്പോ എന്ന് പറഞ്ഞ് പ്രാഗി വെറുപ്പിക്കൊണ്ട് തന്നാണോന്ന് അറിയില്ല. സാബു ചേട്ടൻ കോയിനൊക്കെ തന്നു. അപ്പൊ ആ ഡാൻസിന്റെ പോർഷൻ ആണ് ആ കണ്ടത്. ഞാനവിടെ കുറെ ഐറ്റംസ് ഒക്കെ ഇറക്കി. ഹെഡ് ഡാൻസ്, ഐബോൾ ഡാൻസ്, നമുക്ക് ഹാൻഡ് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു കുഷൻ തരട്ടെ, നമുക്കൊരു കുഷൻ ഇങ്ങനെ വെച്ചിട്ട് ഹെഡ് ഡാൻസ് ചെയ്യാം. എന്റെ ഇപ്പോൾ വേറെ കുഷനൊന്നും ഇല്ല, ഉള്ള കുഷൻ ഞാൻ അങ്ങ് ഷെയർ ചെയ്യുകയാണ്. ഇരുകൈ നീട്ടി സ്വീകരിച്ച് പ്രകടനം നടത്തിയാലും കൈ നീട്ടി സ്വീകരിച്ചു. പ്രകടനത്തിന് കുറച്ച് മേക്കപ്പുകളൊക്കെ ആവശ്യമാണ്. നമുക്ക് വിത്തൗട്ട് മേക്കപ്പ് എങ്ങനെയാന്ന് നോക്കാം. പ്രാക്ടീസ് സെഷൻ ആയിട്ട് കണ്ടാൽ തല മാത്രമല്ലേ കാണുന്നുള്ളൂ. ഇതില് കൊറിയൻ മ്യൂസിക് ആണ് ഇതിന്റെ ഹൈലൈറ്റ്. നമുക്ക് കൊറിയൻ മ്യൂസിക് ഉണ്ടോ? ഇല്ല. ഇത് ഞാൻ തന്നെ ഇടും, വിഷമിക്കരുത്. ഇല്ല, എല്ലാ സാധനവും നമ്മുടെ കയ്യിൽ തന്നെ. ഞാൻ കൊറിയൻ മ്യൂസിക് ഇടുന്നു. നമ്മൾ ഹെഡ് നന്നായിട്ട് ഡാൻസ് ചെയ്യും. ഹെഡ് മാത്രമേ ഡാൻസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു കലാരൂപമാണ്. കാണട്ടെ. വിത്ത് മ്യൂസിക് വിത്ത് ഹെഡ് മസിൽസ്. അമ്പു വന്നു ചത്തു. ചത്തു കഴിഞ്ഞ കഥ തീർന്നു, ഇത്രേ ഉള്ളൂ. പിന്നെ ഇനി ഐ ഡാൻസ് ഉണ്ട്, അതും ഈ സംഭവം തന്നെ. പക്ഷെ മ്യൂസിക് വിത്ത് ഐബോൾ മസിൽ. അത് സെയിം കൊറിയൻ മ്യൂസിക് തന്നെയാണ്. ഓക്കെ. എല്ലാം പെട്ടെന്ന് ചാവാണല്ലോ. ഇത് കണ്ടോണ്ടിരിക്കാൻ ആരെ കൊണ്ട് പറ്റും? ആൾക്കാർ അമ്പെറിഞ്ഞ് കൊല്ലൂലേ? ഇതെങ്ങനെ അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു കണ്ണ് മാത്രം അങ്ങോട്ടൊക്കെ ആക്കി അതെങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നേരത്തെ കള്ളി ഇവിടെ ഇരുന്ന് ഇങ്ങനത്തെ പല നമ്പറും പഠിച്ച് ഈ 6 വർഷം പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ റെഡി ആയിട്ട് ഇപ്പൊ പോയിരിക്കുകയാണല്ലേ? എന്റെ അമ്മ സത്യം, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തല്ല. ഇതൊക്കെ നമ്മൾ കുഞ്ഞു പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കില്ലേ? ഇതൊക്കെ ഈ ബിഗ് ബോസ് വന്നപ്പോഴാണ് എനിക്ക് പ്രയോജനപ്പെട്ടത്. മറ്റേ രതീഷ് നേരത്തെ പറഞ്ഞില്ലേ, രതീഷ് പറഞ്ഞതല്ലേ, രതീഷ് എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ കൈവിരലുകൾ പോലും അഭിനയിക്കുന്നു. രതീഷ് കൈവിരലൊക്കെ എങ്ങനെ അഭിനയിക്കാതിരിക്കും? എവിടെ ചെന്ന ഇങ്ങനെ വഴക്ക് കാണുമ്പോഴേ വിറയ്ക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെയൊക്കെ നാച്ചുറലി വിറയ്ക്കുന്നതാണ്. പിന്നെ ഞാനൊരു ആറ്റിറ്റ്യൂഡ് പിടിച്ച് നിൽക്കുമ്പോ അവര് വിചാരിക്കും ഞാൻ ഭയങ്കര തകർത്ത് വിടുക. അതൊന്നുമല്ല, വിറച്ചു കുത്തി നിൽക്കുകയാണെന്ന് അവർക്ക് അറിയില്ല. തീർന്നു. വേറെ ഹാൻഡ് ഉണ്ട്, ഇത് തന്നെ. പിന്നെ കൊറിയൻ മ്യൂസിക് ആണോ? എല്ലാം കൊറിയൻ മ്യൂസിക് ആണോ? മ്യൂസിക് ഒന്ന്, ആക്ട് പലത്. ഓക്കെ, എഗെയിൻ പ്ലേ. ഹാൻഡ് ശ്രദ്ധിക്കുക. കുതിര പുറത്തു പോകുന്നു. ചത്തു. ഇതിൽ കൂടുതൽ സഹിക്കാനുള്ള ക്ഷമ ആർക്കും ഉണ്ടാവില്ല. ഞാൻ പെട്ടെന്ന് അങ്ങ് കൊന്നു. പെട്ടെന്ന് തീർത്തു. താങ്ക് യു. ഇത്രയേ ഉള്ളൂ.
ഓക്കെ, കൊള്ളാം. അപ്പൊ ഇങ്ങനത്തെ കുറെ പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ ആക്ടുകളൊക്കെ ആയിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെയാണ് ഞാൻ ഹോട്ടൽ ടാസ്കിൽ പരീക്ഷിച്ചത്. ഓക്കെ. അപ്പോൾ ആ ടാസ്കിൽ ഒരു പിന്നെ അസുലഭ മുഹൂർത്തത്തിന്റെ എൻ്റെ പിന്നെ ഒരു ഹെവൻലി എക്സ്പ്രഷൻ ആണ് നേരത്തെ കണ്ടത്, ഇങ്ങനെ ഇരിക്കണത്. ഓക്കെ. ചേച്ചിയോട് ചോദിക്കാനുള്ളത്, ഇപ്പോ ബിഗ് ബോസിനകത്ത് ചേച്ചി ഉണ്ടായിരുന്ന സമയത്തും പുറത്ത് ആളുകൾ പറഞ്ഞിരുന്നത് നല്ല രീതിയിൽ അഭിനയിക്കാൻ അറിയുന്ന ഒരാളാണ് ശ്രീരേഖ ചേച്ചി എന്നുള്ള നിലയ്ക്കാണ്. അതായത് സിനിമ അഭിനേത്രി കൂടിയാണ്, പക്ഷെ ബിഗ് ബോസിൽ നല്ല രീതിയിലാണ് അഭിനയിച്ച് നിന്നിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്കതിന് വിലയിരുത്താം. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണ്? അഭിനയിച്ച് തന്നെയാണോ നിന്നത്? അത് വോട്ടിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണോ, അതോ എന്താണ് അതിന്റെ പിന്നിലുള്ളത്? അതുപോലെ യമുന റാണി എന്ന കണ്ടസ്റ്റന്റ് പുറത്തിറങ്ങിയതിന് ശേഷം ബിഗ് ബോസ് വീട്ടിൽ ഒരു അമ്മയായിട്ട് മാറാനുള്ള തത്രപ്പാടുകൾ ചെയ്ത് അതിന്ന് വോട്ട് പിടിക്കാനുള്ള ശ്രമം നടന്നിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതായത് എല്ലാവരുടെയും അമ്മയായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു റെസ്പെക്റ്റും പരിഗണനയും പിന്നെ ആൾക്കാരുടെ സ്നേഹവും പിടിച്ചു വാങ്ങി വോട്ട് നേടാം എന്നുള്ളൊരു ലക്ഷ്യത്തിലായിരുന്നോ ഉണ്ടായിരുന്നത്? രണ്ട് ചോദ്യങ്ങൾ. റാൻഡമായിട്ട് ഒരു അശരീരി ഏതോ ഒരാള്, ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടാൽ മതി, ഒരാളുടെ ഒരു ചോദ്യമാണ്. അപ്പൊ അതിനുള്ള ഉത്തരം ഒന്ന് പറയൂ. ഫസ്റ്റത്തെ ഉത്തരം നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. അല്ല, ഞാൻ അങ്ങനെ നിന്നിട്ട് എനിക്ക് വോട്ടൊന്നും കിട്ടിയില്ലല്ലോ അല്ലേ. അതാണ് എൻ്റെ അതിൻ്റെ ഉള്ള മറുപടി. അപ്പൊ അമ്മയായിട്ട് നിന്നാൽ വോട്ട് കിട്ടും എന്ന് എനിക്ക് തോന്നണില്ല. കാരണം നമ്മുടെ വീട്ടില് നമ്മുടെ അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന ആരോടായിരിക്കും? അമ്മയുടെ അടുത്ത് തന്നെ. ഏറ്റവും കൂടുതൽ പരാതിപ്പെടുന്നത് ആരോടായിരിക്കും? അമ്മയോട്. പലപ്പോഴും അമ്മ ഭക്ഷണം കഴിച്ചോന്നോ, അമ്മ പാത്രം കഴുകിയോന്നോ, അല്ലെങ്കിൽ അമ്മ തുണി അലക്കിയോന്നോ നമ്മൾ അമ്മയോട് ചോദിക്കാറില്ല. നമ്മൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അമ്മയെക്കുറിച്ച് ഓർക്കുന്നത് അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് മിസ്സാവുമ്പോഴായിരിക്കും. അപ്പൊ അങ്ങനെ നിന്നാൽ വോട്ട് കിട്ടും എന്നുള്ളൊരു സ്ട്രാറ്റജി ഇല്ല. ഞാൻ അവിടെ വന്നിട്ടുള്ള ആളുകളിൽ എനിക്ക് നന്ദനയോട് എനിക്കൊരു കാരണം നന്ദനയ്ക്ക് അത്രയും, ഞാനും നന്ദനയും തമ്മിൽ 19 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. ചില സമയത്ത് എനിക്ക് അവളുടെ ഫേസ് എൻ്റെ ഫേസ് പോലെ ഇരിക്കുന്നു പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ കുട്ടിയുടെ ഫേസ്, ഞങ്ങളുടെ ഫേസ് ഒരുപോലെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില നേരത്തെ അവൾ പൊട്ടത്തരമൊക്കെ പറയുമ്പം, നീ എനിക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും കുറുമ്പിയായിരിക്കും, അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ബാക്കിയൊക്കെ 36, അപ്പൊ ഞാൻ പറയാണ്, ജിൻഡോയോ അല്ലെങ്കിൽ സിജോയോ ഒക്കെ അത്രയും വലിയ മക്കൾ എനിക്ക് വേണ്ട. അവരൊക്കെ എൻ്റെ ബ്രദേഴ്സ് ആയിട്ട് അവിടെ ഇരുന്നോട്ടെ, എനിക്ക് വലിയ മക്കള് വേണ്ട. കുഞ്ഞു പ്രായമുള്ള ഇതാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പിന്നെ എല്ലാവരും അവിടെ ഈ പറയുന്ന പോലെ യമുന ചേച്ചി അവിടെ ഒരു അമ്മ റോളാണോ ചെയ്തത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ആക്ച്വലി അവരങ്ങനെ ആയിരിക്കുമോ ഇല്ലയോന്ന് പോലും അറിയില്ല. അവിടെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കുറച്ച് പാർട്ടിസിപ്പേഷൻസ് ഉണ്ടായിരുന്നു. അവിടെ ഒരു റോളിനല്ല നമ്മൾ പോകുന്നത്, നമ്മൾ ഗെയിമിനാണ് പോകുന്നത്. ഫസ്റ്റ് 2 അതുപോലെ പവർ റൂമിൽ കയറി പറ്റുക എന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു ഒളിച്ച് നിൽക്കലായിട്ടാണ് പ്രേക്ഷകർക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കൂടുതലൊന്നും പെർഫോം ചെയ്യാത്തത് കൊണ്ട്, നോമിനേഷനിൽ വരുമോ എന്നുള്ള ഭയം കൊണ്ട് പവർ റൂമിൽ എങ്ങനെയെങ്കിലും കയറണം എന്നുള്ളതാണ് പ്രേക്ഷകർ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് പവർ റൂം എന്നുള്ളൊരു ഒരു സൗകര്യത്തിന്, അല്ലെങ്കിൽ പവർ റൂം ഒരു അധികാര കേന്ദ്രത്തിന് എങ്ങനെയാണ് താങ്കൾ ആ വീട്ടിൽ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്? അത് ഒളിച്ചു നിൽക്കാനുള്ള ഒരു കേന്ദ്രമായിട്ടാണോ, അതോ ഒരു ശക്തി കേന്ദ്രമായിട്ട് തന്നെയാണോ അതിനെ യൂസ് ചെയ്തിട്ടുള്ളത്? അതും നമ്മൾ പെട്ടുപോയതാണ് പവർ റൂമിൽ. കാരണം ഒന്നുകിൽ പവർ റൂമിൽ കയറണമെങ്കിൽ ഗെയിം കളിക്കണം. ഞാൻ ഗെയിം കളിച്ചിട്ടില്ല, ഞാൻ വെറുതെ നിന്ന്. പക്ഷെ ഇപ്പൊ തോന്നുന്നുണ്ടോ 4 തവണ പവർ റൂമിൽ കയറിയത് കൊണ്ടാണ് ഇത്രയും ദിവസം ഫുൾഫിൽ ചെയ്യാൻ പറ്റിയത്? ഇല്ലായിരുന്നെങ്കിൽ നേരത്തെ തന്നെ പോരുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ പവർ റൂമിൽ കയറിയത് കൊണ്ടാണ് ഞാൻ ചിലപ്പോൾ നേരത്തെ ഔട്ടായതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ പവർ റൂമിൽ ആയിരുന്നില്ലെങ്കിൽ എനിക്ക് ആക്റ്റീവ് ആകാൻ പറ്റിയേനെ. പിന്നെ കുറെ കൂടി ഒരു റാപ്പോ അവിടെ ഉള്ളവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം ഇപ്പം ജനങ്ങള് പവർ റൂമിനെ എങ്ങനെയാണോ കാണുന്നത് അതേ രീതിയിൽ തന്നെയാണ് അവിടെയുള്ള ബാക്കി കണ്ടസ്റ്റൻസും പവർ റൂമിനെ കാണുന്നത്. പവർ റൂമിലുള്ള ആളുകൾ എന്ന് പറയുന്നത് തീരെ താല്പര്യമില്ലാത്ത ആളുകളാണ്. ആര് കയറിയാലും അവരെ എതിർക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാന സ്ട്രാറ്റജി. അവരെ തോൽപ്പിച്ച് പവർ റൂമിൽ കയറുക എന്നുള്ളതാണ് ടാസ്ക് തന്നെ. അപ്പൊ നമുക്ക് പവർ റൂമിനെ എത്ര ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും വൺസ് നമുക്ക് പവർ റൂം അസൈൻ ചെയ്താൽ നമ്മൾ കയറിയേ പറ്റുള്ളൂ.
അതങ്ങനെയാണ് അതിൻ്റെ ആ കളിയുടെ ഗതി അതായിരുന്നു. പവർ റൂമിൽ നിന്നുകൊണ്ട് മറ്റ് 3 ഗ്രൂപ്പിനെ നേരിടുക, അത് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു. നമ്മളിപ്പം പുറത്തുനിന്ന് കാണുമ്പോൾ പവർ റൂം ഈസി ആയിട്ട് ഇരിക്കാനുള്ള സ്ഥലമായിരിക്കാം, പക്ഷെ ഈ പവർ റൂമിൽ കയറുക എന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. പവർ റൂമിൽ ഇരിക്കുക എന്നുള്ളതും ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അത്രയും ഈസി ആയിട്ടുള്ള കാര്യമല്ല എങ്കിൽ 4ാമത്തെ തവണ പവർ റൂമിലേക്ക് കയറേണ്ട സമയത്ത് ശ്രീരേഖയ്ക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, വേണമെങ്കിൽ കയറിയാൽ മതി, ഇല്ലെങ്കിൽ മാറാം, പവർ റൂമിൽ എൻ്റർ ചെയ്യേണ്ട എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ അതുണ്ടെങ്കിൽ എന്തുകൊണ്ട് പിന്നെ ഈ 4ാമത്തെ തവണ ഇത്രയും ബുദ്ധിമുട്ടി ശ്രീരേഖ പവർ റൂം ആക്സെപ്റ്റ് ചെയ്തു? ഈ 4th ടൈമിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 4th ടൈമിൽ ഗബ്രിയും ഋഷിയും ഇവരുടെ തീരുമാനത്തിൽ ആണ് പ്ലേ പോയത്. അതായത് ഇവർക്കൊരു തീരുമാനം ഉണ്ടാവും, പവർ റൂമിൽ ആര് കയറണം ആര് കയറണ്ട. പവർ റൂമിൽ ഇരിക്കുന്നവർക്ക് പൊതുവായിട്ടുള്ള ഒരു പേഴ്സണലി ആളുകൾക്ക് ഒരു ഗ്രഡ്ജ് തോന്നുന്ന ആളുകളായിട്ടാണ് പവർ റൂമിൽ ഇരിക്കുന്നവരെ കാണുന്നത്. ഇപ്പൊ എന്നെ പവർ റൂമിലേക്ക് എടുക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാവണം എന്നില്ല. എനിക്കൊരു പവർ റൂമിൽ ഇരിക്കാനുള്ള ഒരു അവസരം തന്നാൽ ആ പവർ റൂമിൽ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ പവർ റൂമിൽ ഇരുന്ന് വെറുപ്പിക്കും, അല്ലെങ്കിൽ പവർ റൂമിലുള്ളവർക്ക് പൊതുവെ പുറത്ത് നല്ലൊരു ഇമേജ് അല്ല എന്നറിയാമെങ്കിൽ ആ പവർ റൂമിലുള്ളവർ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ ദേഷ്യവും ആളുകളുടെ ഒരു ഇഷ്ടക്കേടും സമ്പാദിക്കുകയുള്ളൂ. ഈ സമയമാണ് ക്യാപ്റ്റൻസി ടാസ്ക് വന്നത്. ഋഷി എൻ്റെ പേര് സജസ്റ്റ് ചെയ്ത് ഋഷി പുറത്ത് പോയി ഋഷി ക്യാപ്റ്റൻസി ടാസ്കിൽ നിൽക്കുകയാണ് ചെയ്തത് പിന്നീട് പിറ്റേ ആഴ്ച. അപ്പോൾ അവിടെ ഞാനൊരു ഗെയിമിൻ്റെ ഭാഗമായിരുന്നില്ല. എനിക്ക് തന്ന കാര്യം എന്ന് പറഞ്ഞാൽ പവർ റൂമിലേക്ക് എത്തുക. പവർ റൂമിൽ ഞാൻ നിന്നത് സായി ഉള്ളത് കൊണ്ടായിരുന്നു. സായി വന്നു അല്ലെങ്കിൽ സായി വരും എന്നൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടായിരുന്നു. ഞാനും ശരണ്യ മാത്രമായിരുന്നു ആ സമയത്ത് പവർ റൂമിലുണ്ടായിരുന്നത്. ഗെയിമിലേക്ക് വരാനാണെങ്കിൽ സായി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, സിജോയ് ആണെങ്കിൽ അങ്ങനെ അവർ പവർ റൂമിലേക്ക് വരും. പവർ റൂമിൽ വന്നാൽ നല്ല രീതിയിൽ പവർ റൂമിന് പ്രവർത്തിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇതുവരെ വന്നിട്ടുള്ള പവർ റൂമിൽ കുറച്ചെങ്കിലും നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ലാസ്റ്റ് വന്ന പവർ റൂമാണ്. അതിലൊരേ ഒരു ഇൻസിഡന്റ് മാത്രമേ മോശമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. പുറത്ത് പ്രേക്ഷകർ എന്താണ് കണ്ടത് അല്ലെങ്കിൽ ഏത് വെർഷനാണ് വന്നത് നമുക്കറിയില്ല, ഞാൻ ഇപ്പോഴും കണ്ടിട്ടില്ല. പക്ഷെ ഈ ഒരു സമയത്ത് പവർ റൂം എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു സേഫ് റൂമേ ആയിരുന്നില്ല. പവർ റൂം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലോക്ക് റൂം ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ലോക്ക് റൂമിൽ ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കട്ടെ, ഈ 4ാമത്തെ തവണ ഇത്രയും റിസ്കി ആയിട്ടുള്ള ആ ഒരു ലോക്ക് റൂമിലേക്ക് അല്ലെങ്കിൽ പവർ റൂമിലേക്ക് പോവാതെ അവിടെ നിന്ന് മറ്റുള്ള ടാസ്ക് ആക്സെപ്റ്റ് ചെയ്ത് മറ്റുള്ളവരുടെ കൂടെ നിന്ന് അവിടെ ഗെയിം കളിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കാനായിട്ട് ശ്രീരേഖ ഉണ്ടായിരുന്നിരിക്കില്ല. അവിടെ ഈ 63ാമത്തെ ദിവസം അവിടെ നിന്ന് പോരാതെ ഇപ്പോഴും അവിടെ ആ ഹൗസിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കേണ്ട അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നിരിക്കില്ലേ? 4th ടൈം മാത്രമല്ല 3rd ടൈമിലെ ഞാനത് പ്രതീക്ഷിച്ചതാണ്. കാരണം 4th ടൈം ഞാൻ ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. 4th ടൈമിൽ ഞാൻ പോരാനുള്ള സന്നദ്ധത പറഞ്ഞതുമാണ് ഋഷിയുടെ അടുത്ത്. പക്ഷെ അന്ന് ഋഷി എന്തുകൊണ്ട് എന്നെ പവർ റൂമിൽ നിർത്തിയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഋഷിയുടെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു എന്തുകൊണ്ട് പവർ റൂമിൽ നിർത്തി. ആ പവർ റൂമിൽ നിർത്തി എന്നുള്ളതിന് ഇനി ആദ്യം അതിനുശേഷം വരുന്ന ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ട്. ആ ക്യാപ്റ്റൻസി ടാസ്കിനോടനുബന്ധിച്ച കാര്യങ്ങൾ വന്നാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളായിരുന്നു. കാരണം ഋഷി എൻ്റെ ഫ്രണ്ടായിരുന്നു. ആ സമയം ഞങ്ങൾ ഒരു ടീമായിരുന്നു. അപ്പോഴും എനിക്ക് പവർ റൂമിലെ 4ാമത്തെ ആഴ്ച ഈ പറയുന്നതൊക്കെ ഇതിപ്പോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ റെലവൻ്റ് ആവുന്നത് ഞാൻ പവർ റൂമിൽ കയറണം എന്ന് എപ്പോഴെങ്കിലും അവിടെ വെച്ച് ആവശ്യപ്പെട്ടാലാണ് ഇത് റെലവൻ്റ് ആവുന്നത്. ഞാൻ ഒരിക്കൽ പോലും പവർ റൂമിലേക്ക് കയറണമെന്ന് പറഞ്ഞിട്ടില്ല, ഒരാളെ സ്വാധീനിച്ചിട്ടില്ല. ദയവ് ചെയ്ത് എന്നെ പവർ റൂമിൽ ഇടരുത് എന്ന് ഗബ്രിയും ജാസ്മിനും കയറിയ സമയത്ത് ഞാൻ അവരോട് റിക്വസ്റ്റും ചെയ്തു. ഒരു തവണ പോലും എൻ്റെ പേര് പറയരുതെന്നും പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ലാസ്റ്റ് വന്ന 2 തവണയും ചിലപ്പോൾ ജാൻമണി എന്നെ സ്നേഹത്തിലായിരിക്കും ജാൻമണി പവർ റൂമിൽ, പക്ഷെ ഋഷി എന്നെ പവർ റൂമിൽ എന്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു എന്നുള്ളതിൻ്റെ ഉത്തരം എനിക്ക് നെക്സ്റ്റ് വീക്കിലാണ് കിട്ടിയത്. നെക്സ്റ്റ് വീക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ പവർ റൂമിൽ നിന്ന് പുറത്തായി. എനിക്കറിയാമായിരുന്നു പവർ റൂമിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ എവിക്ഷൻ ലിസ്റ്റിൽ വരുമെന്നും ഉറപ്പായിട്ടും. അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, ബിഗ് ബോസിൽ നടന്ന കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ജാസ്മിൻ ഗബ്രി അവരുടെ പ്രേമം കുറെ അത് മാത്രമല്ല കുറേ സംഭവങ്ങൾ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ സ്വയം ഒരു വ്യക്തിയായിട്ട് ഒരു കണ്ടസ്റ്റൻ്റായി നിന്നിട്ട് റിയൽ ആയിട്ട് പ്രതികരിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ലിവിംഗ് റൂമിൽ നടക്കുന്ന ചർച്ചകളിൽ തന്നെ നമ്മൾ അത് റിയൽ ആയിട്ട് അതിനോട് പ്രതികരിച്ചിട്ടുണ്ട് എന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ?
ജാസ്മിൻ ഗബ്രിയുടെ പേഴ്സണൽ വിഷയത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. കാരണം അത് അവരുടെ പേഴ്സണൽ വിഷയമാണ്. അവർ ഒരു ചെറിയ കുട്ടികളല്ല. പക്ഷെ അത് ശരിക്കും ഒരു റിയൽ ലവ് തന്നെയായിരുന്നു അവിടെ. അവർക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പിന് മേലെ ഒരു റിലേഷൻ ഉണ്ടെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ആ റിലേഷൻ എന്താണെന്ന് ഒരിക്കലും ഞാൻ അന്വേഷിച്ച് പോയിട്ടില്ല. കാരണം നമ്മളിവിടെ ഒരു ഗെയിമിന് വരുമ്പോൾ അവർ ഒരു 23+ ഏജുള്ള ആളുകളാണ്. സോ ദേ നോ വാട്ട് ദേ ആർ ഡൂയിങ്, ദേ നോ വാട്ട് ആർ ദ ആഫ്റ്റർ എഫക്ട്സ്. അപ്പോൾ അത്രയും ക്ലാരിറ്റിയോടെ അല്ലെങ്കിൽ എന്താവണം എന്താവും എന്നറിഞ്ഞു നിൽക്കുന്നവരോട് നമ്മൾ ചെന്നിട്ട് നിങ്ങൾ എന്താ കാണിക്കുന്നേ എന്ന് ചോദിക്കാൻ എൻ്റെ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് അവർ കയറി വന്നിട്ടില്ല. അല്ലെങ്കിൽ അവിടുത്തെ ഒരു സിറ്റുവേഷനിൽ ബാക്കി ഇത്രയും 19 കണ്ടസ്റ്റൻസിൽ 17 ആളുകളും അവരെ ബാധിക്കുന്ന രീതിയിൽ 17 ആളുകളെ ബാധിക്കുന്ന രീതിയിൽ അത് വന്നിരുന്നെങ്കിൽ ഈ 17 പേരും ഒന്നടങ്കം ചെന്ന് ചോദിച്ചേനെ. കാരണം അവിടെ നിൽക്കുന്ന എല്ലാവരും റിയാക്ട് ചെയ്യാനായിട്ട് കഴിവുള്ള ആളുകളാണ്. ഒറ്റയ്ക്ക് പോയി ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും കണ്ടസ്റ്റൻസ് ഇവരോട് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷേ ആ ഗെയിമേഴ്സ് ഇതൊരു ഗെയിമിന്റെ ഭാഗമായി കളിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇവർ യൂട്ടിലൈസ് ചെയ്യുന്നത് ഗെയിമിന് വേണ്ടിയിട്ടാണ് എന്ന് എനിക്ക് അറിയാമായിരുന്നു. എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അതാണ് എനിക്ക് സെക്കൻഡ് വീക്കിലെ പവർ റൂമിലിരുന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, സെക്കൻഡ് വീക്കിൽ പവർ റൂമിൽ ഇരുന്നിട്ട് ഗബ്രി ജാസ്മിനെ പവർ റൂമിലേക്ക് കയറ്റാൻ ശ്രമിച്ചപ്പോൾ ഞാൻ നോ എന്ന് പറഞ്ഞത്, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത്. അത് സെക്കൻഡ് വീക്കിലെ മനസ്സിലാക്കിയ ഒരാളാണ്. പക്ഷെ അന്ന് എൻ്റെ ഒപ്പം ആരും നിന്നില്ല. അന്ന് എല്ലാവരും പറഞ്ഞത്, ഇൻക്ലൂഡിങ് യമുന ചേച്ചി ഉൾപ്പെടെ പറഞ്ഞത്, ഷീ വാണ്ട്സ് ടു എക്സ്പോസ് ദം. അതെന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരാൾ നമ്മളെ എക്സ്പോസ് ചെയ്യാനല്ല ശ്രമിക്കേണ്ടത്, അവരെ തിരുത്താനായിരുന്നു ശ്രമിക്കേണ്ടത്. അതവിടെ ഉണ്ടായിട്ടില്ല. സോ ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗെയിമേഴ്സാണ്, നമ്മൾ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. മറ്റുള്ളവർ രണ്ടുപേർ തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. അവർക്കതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ അവരോട് നിങ്ങൾ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ we know what to do, who are you എന്നൊരു ചോദ്യത്തിനപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല. ആ ഒരു ചോദ്യത്തെ ഞാൻ സ്വാഭാവികമായിട്ട് ആ ചോദ്യം എൻ്റെ അടുത്ത് ചോദിക്കാം, അവർക്ക് ചോദിക്കാം. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മളവിടെ ഗെയിം ചെയ്യാൻ പോയാൽ നമ്മളുടെ ഗെയിമിനെയോ നമ്മളുടെ പേഴ്സണൽ സ്പേസിനെയോ അവരുടെ റിലേഷൻഷിപ്പ് ബാധിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് ഇടപെടാം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് അവരോടുള്ള ഡിസഗ്രിമെന്റ്, ഇപ്പം ആ കുട്ടി പറഞ്ഞ പോലെ എൻ്റെ ഡിസഗ്രിമെന്റ് ഞാൻ സെക്കൻഡ് വീക്കിൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. അത് പുറത്ത് കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എവിക്റ്റ് ആയ സമയത്ത് ലാൽ സാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പവർ റൂമിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് പവർ റൂമിനെ നിങ്ങൾ അനുകൂലിക്കുന്നില്ലല്ലോ. ഞാൻ പിന്നെ തീർച്ചയായിട്ടും ഇല്ല സാർ എന്ന് ഞാൻ അഭിപ്രായം ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ഞാൻ ഒരിക്കലും അനുകൂലിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ പലപ്പോഴും നിങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, തീർച്ചയായിട്ടും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അത് പറഞ്ഞ് ക്ലാരിഫൈ ചെയ്തിട്ടാണ് വന്നത്. അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ബട്ട് വൈ. അതായത് ഞാനിപ്പോൾ കുറച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ വീട്ടിലത്തെ കുറെ ആൾക്കാരുടെ പേരുകൾ പറയും. ഇവരെല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ്. ശ്രീരേഖ നേരത്തെ പറഞ്ഞു കൂടെയുള്ള എല്ലാവരും തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന്. എനിക്കറിയാം ഇവരൊക്കെ സ്ട്രോങ് ആണ്. പക്ഷേ എന്നിരുന്നാൽ കൂടെ അവരിൽ എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടാവും, എന്തെങ്കിലും അവരുടെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ ഒരു സെഗ്മെന്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് പോവാം. എലാബറേറ്റ് ചെയ്ത് ഡീറ്റെയിൽസ് പറയണ്ട, എന്താണ് അവരുടെ വീക്ക്നെസ് അത് പറയണം. ചുറ്റുപാടൊന്നും മേടിച്ച് കൊള്ളിക്കാനുള്ള പരിപാടിയാണ്. ഇരിക്കട്ടെ, നമുക്ക് കുറച്ച് നാളും കൂടെ കിട്ടുന്ന സമയല്ലേ, ബഹിരാകാശമൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ടെങ്കിൽ വന്നാ മതി. പ്ലൂട്ടോ വരെ കണ്ടു. അതെ. ശരി, ആദ്യം അപ്സര വീക്ക് പോയിന്റ് ആണോ? അപ്സര അതായത് ഭയങ്കര വാശികാരിയാണ്. പക്ഷെ ഈ വാശി തന്നെയാണ് അപ്സരയുടെ വീക്ക് പോയിന്റ്. പെട്ടെന്ന് വിജയത്തിൽ കുറഞ്ഞൊന്നും അപ്സരയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട്. വാശി ആളുടെ ഒരു പോസിറ്റീവ് പോയിന്റുമാണ്, അതുപോലെ തന്നെ നെഗറ്റീവ് ആണ്. അടുത്തത് ജിൻഡോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ് നമുക്കറിയാം. എന്നാലും അദ്ദേഹത്തിന്റെ ഒരു വീക്ക് പോയിന്റ് എന്താണത്? ജിൻഡോയ്ക്ക് അറിയാം ജിൻഡോയുടെ എതിരാളികള് എങ്ങനെ ജിൻഡോയ്ക്ക് കൂടെ നിർത്തണം എന്നുള്ളത് ജിൻഡോയ്ക്ക് അറിയാം. കാരണം ജിൻഡോ എത്ര ദേഷ്യപ്പെട്ടാലും ജിൻഡോ ഭയങ്കര ചിരിച്ചിട്ട് അവരെ ഫ്രണ്ട്സ് ആക്കാൻ ശ്രമിക്കാറുണ്ട്. ചില സമയത്ത് അത് ബാക്ക് സ്റ്റാബ് ചെയ്യാറുണ്ട് ജിൻഡോയെ. അപ്പം ജിൻഡോയുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വേ അത് തന്നെയാണ്. എതിരാളികളെ ചേർത്ത് നിർത്തുക എന്നുള്ളത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. അതൊരു നല്ല കാര്യമാണ്. പക്ഷെ ഈ ചേർത്ത് നിർത്തുന്നത് ഈ എതിരാളികൾക്ക് മനസ്സിലാവും, ഇതുകൊണ്ടാണ് ചേർത്ത് നിർത്തുന്നത്. അതാണ് ഒരു വീക്ക് പോയിന്റ്. അടുത്തത് ജാസ്മിന്റെ
ചില നേരത്തുള്ള സംസാരങ്ങൾ അതും കൂടെ ഒക്കെ ആയിരുന്നെങ്കിൽ അവൾ നല്ലൊരു കുട്ടിയായിരുന്നു തന്നെ. നല്ലൊരു കുട്ടിയല്ല എന്നല്ല, പക്ഷേ ചില സമയത്ത് വാക്കുകൾ ദേഷ്യം വരുമ്പോൾ കൈവിട്ട് പോകും. അതൊരു വീക്ക് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ. ശ്രീതു. ശ്രീതുവിന്റെ വീക്ക് പോയിന്റ് ക്യൂട്ട്നെസ് ആണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അതെങ്ങനെ weak point അത് ആവുന്നത്? വീക്ക് പോയിന്റ് ആവുന്നത് എപ്പോഴാന്ന് പറയാം. ആള് അതിന്റെ പോസിറ്റീവ് വേ ആണ് കേട്ടോ. വീക്ക് പോയിന്റ് ആവുന്നത് പിന്നെ പോസിറ്റീവ് വേ. പുള്ളിക്കാരി ഭയങ്കര കോൺഷ്യസ് ആണ്. ഐ മീൻ Okay. മേക്കപ്പിലും ഡ്രസ്സിങ്ങിലും ഒക്കെ നല്ല കോൺഷ്യസ് ആണ്. നല്ലൊരു എക്സലന്റ് ടാസ്ക് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അത്യാവശ്യം ഈ പുള്ളിക്കാരിയുടെ ക്യൂട്ട്നെസ്, അതായത് ഈ പുള്ളിക്കാരിയെ ബിഗ് ബോസിന് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. നമുക്ക് ചില സമയത്തൊക്കെ നൈറ്റൊക്കെ നമ്മൾ ഡോർ ലോക്ക് ചെയ്യും. നമ്മളെപ്പോഴും ഡോർ ലോക്ക് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ രാത്രി നമ്മൾ കിടക്കുമ്പോൾ എല്ലാ റൂമിൻ്റെയും ഡോർ ലോക്ക് ചെയ്യും ബിഗ് ബോസ്. അപ്പോൾ ചില സമയത്ത് ടാസ്ക് ഒക്കെ വരുന്നതിന് മുൻപും ഡോർ ക്ലോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് ഞങ്ങളൊക്കെ പറയുകയാണ് ഒന്ന് ഡോർ ലോക്ക് ചെയ്യോ അൺലോക്ക് ചെയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് ചെയ്യാറില്ല, അൺലോക്ക് ചെയ്യില്ല. പക്ഷേ ശ്രീതു ബിഗ് ബോസ് ഒന്ന് അൺലോക്ക് ചെയ്യോ എന്ന് പറഞ്ഞാൽ ടക്കെന്ന് പറഞ്ഞ് അൺലോക്ക് ചെയ്യും. അങ്ങനെ ഒരു സംഭവമേ അവിടെയുണ്ട്, അങ്ങനെ ഒരു ടോക്കേ അവിടെയുണ്ട്. ഇപ്പൊ ഈ എപ്പിസോഡ്സിൽ കണ്ടാൽ മനസ്സിലാവും. അപ്പൊ പുള്ളിക്കാരി വിചാരിക്കുന്നത് പുള്ളിക്കാരിയുടെ ക്യൂട്ട്നെസ് കൊണ്ടിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള. അപ്പൊ ഞങ്ങളൊക്കെ ഇട്ട് കളിയാക്കാറുണ്ട്. അപ്പൊ തമാശക്കാണെങ്കിലും ശ്രീതുവിന്റെ ക്യൂട്ട്നെസ് ആണ് എന്ന് തോന്നുന്നു വീക്ക് പോയിന്റ്. ഓക്കെ. അടുത്തത് അർജുൻ. അർജുൻ്റെ വീക്ക് പോയിന്റ്, അർജുൻ ചില സമയത്ത് സൈലന്റ് ആവുന്നു, ചില സമയത്ത്. അല്ലാതെ അർജുൻ നല്ലൊരു ക്യാരക്ടറാണ്, നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. പറയേണ്ട സമയത്ത് ചില സമയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അർജുൻ ഭയങ്കരമായിട്ട് സൈലന്റ് ആവുന്നു. അതാണ് അർജുൻ്റെ വീക്ക് പോയിന്റ്. ഓക്കെ. അതിനകത്ത് ഞാനൊന്ന് ചോദിച്ചിട്ട്, അർജുന്റെ പേര് പറഞ്ഞപ്പം അർജുൻ ആയിരുന്നല്ലോ നിങ്ങളുടെ ഇതിനകത്ത് ഫസ്റ്റ് ക്യാപ്റ്റൻസിയിലേക്ക് വന്നത്. അന്ന് അർജുൻ അത് വരാൻ കാരണം അതിന് കംപ്ലീറ്റ് സപ്പോർട്ട് കൊടുത്തത് ശ്രീരേഖയാണെന്നാണ് മനസ്സിലാക്കിയത്. അതിനെ കുറിച്ചും കൂടെ ഒന്ന് പറയൂ. അന്നൊരു ഗെയിം നമുക്ക് ഫസ്റ്റ് ഇൻഡിവിജ്വൽ ടാസ്ക് ആയിരുന്നു, ഫസ്റ്റ് ടൈം ടാസ്ക് ആയിരുന്നു. ആ ഫസ്റ്റ് ടൈം ടാസ്ക് എല്ലാവർക്കും 19 പേർക്കും ഇൻഡിവിജ്വലായിട്ട് പങ്കെടുത്ത് അതിലൊരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അപ്പൊ അതിനിടയിൽ ഞാൻ ജസ്റ്റ് എൻ്റെ കാലിൽ ചെറിയൊരു മുറിവ് പറ്റിയിട്ട് ഞാൻ ആ ടാസ്കിൻ്റെ ഇടയിലൊന്ന് മെഡിക്കൽ റൂം വരെ പോയി ഒരു 10 മിനിറ്റ്സിനുള്ളിൽ ഞാൻ തിരിച്ചു വന്നപ്പോൾ കാണുന്നത് 19 പേര് ഇൻഡിവിജ്വലായിട്ട് നിന്ന സ്ഥാനത്ത് 2 ഗ്രൂപ്പുകളായിട്ട് ഓൾറെഡി സ്പ്ലിറ്റ് ചെയ്തിട്ട് കണ്ടസ്റ്റൻസ് തന്നെ ഇത് ഗ്രൂപ്പ് ടാസ്ക് ആണ് എന്നുള്ള രീതിയിൽ നിശ്ചയിക്കുകയായിരുന്നു. ഓക്കെ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ എവിടെ നിൽക്കണം എന്നുള്ളതിനെ കുറിച്ച് 2 ടീമുകളിൽ നിന്ന് വന്ന് ക്യാൻവാസിങ് ഉണ്ടായിരുന്നു. ഒരു ടീം സിജോ ആൻഡ് റോക്കി, മറ്റൊരു ടീം ബാക്കിയുള്ള ആളുകളുടെ ടീം. അപ്പോൾ ഈ ടീമിൽ എല്ലാ 2 ടീമും വന്നിട്ട് എൻ്റെ അടുത്ത് ക്യാൻവാസ് ചെയ്തു. ജിൻഡോയുടെ ടീം ഒന്ന്, സിജോ ആൻഡ് റോക്കി ടീം ഒന്ന്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് തരണം, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്ന് കളിക്കണം, ബോൾസ് കളക്ട് ചെയ്തിട്ട് അത് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തരണം. അതായിരുന്നു ടാസ്ക്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബോൾസ് കിട്ടുന്ന ആളായിരിക്കും വിന്നർ. അങ്ങനെ 2 പേരും തമ്മിലുള്ള ഒരു ഇതിനിടയിൽ ഞാൻ നോക്കിയപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് സിംഗിളായിട്ട് നിന്ന് കളിച്ച ഒരാള് അർജുനായിരുന്നു, പിന്നെ ഒന്ന് ഞാനായിരുന്നു. ഞങ്ങൾ 2 പേരും മാത്രമാണ് അവിടെ ഒറ്റയ്ക്കായി പോയത്. അപ്പോഴത്തേക്കും ഗ്രൂപ്പ് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞു. പക്ഷെ അങ്ങനെ സ്പ്ലിറ്റ് ആയാലും അവിടെയാണല്ലോ നിങ്ങളെ 2 പേരും എടുത്തോണ്ട് പോകുന്നതും അങ്ങനെ ഒരു ഇതൊക്കെ കണ്ടത് അല്ലേ? അതെ. അപ്പൊ ഈ ഗ്രൂപ്പുകൾ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് നമ്മുടെ അവിടെ ഒരു ഗ്രൂപ്പിസം സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് ഡേ തൊട്ട്, അവിടെ കളി തൊട്ട് സ്റ്റാർട്ടായി. അപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുള്ള ബോൾസ് ഞാൻ അർജുന് കൊടുത്താലും അർജുൻ ക്യാപ്റ്റനാവും, അർജുൻ്റെ കയ്യിലുള്ള ബോൾസ് എനിക്ക് തന്നാലും ഞാൻ ക്യാപ്റ്റനാവും. അപ്പം ഗ്രൂപ്പിലല്ല കാര്യം, ഇൻഡിവിജ്വൽ ഗെയിമിലാണ് കാര്യം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇത് കൊടുത്ത് മറ്റൊരു ഗ്രൂപ്പിനെ ജയിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ഇൻഡിവിജ്വൽ പ്ലെയറിനെ തന്നെ. അയാൾ ഡിസർവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. അങ്ങനെയാണ് അർജുൻ ക്യാപ്റ്റൻ. അതിനകത്ത് ഇപ്പൊ ഇവരുടെ പേര് പറഞ്ഞപ്പോൾ വേറൊന്നും കൂടെ ചോദിക്കട്ടെ. അർജുനും ശ്രീതുവും തമ്മിൽ അതും അവിടെ ഇപ്പം ജാസ്മിൻ ഗബ്രിയുടെ ഒക്കെ പേര് പറയണ പോലെ ഇവരുടെ പേരും അവിടെ ഒരു ലവ് സ്ട്രാറ്റജി അങ്ങനെ എന്താ ഇവർ തമ്മിലുള്ളൊരു ആ ബന്ധം, ഫ്രണ്ട്ഷിപ്പിന് ഒരു കുറച്ചും കൂടെ അതിനപ്പുറം ഒരു ബന്ധം പോകുന്നുണ്ടോ? ഇതൊക്കെ ഒരു ഗെയിമിന്റെ ഒരു ഭാഗമാണോ? ഇത് ഞങ്ങൾ സത്യത്തിൽ അവിടെ ഉള്ളവരെല്ലാവരും പൊതുവെ പറയുന്നുണ്ട് ഐസ്ക്രീം പാർലർ മീറ്റിംഗ് എന്നാണ് പറയുന്നത്. സ്കീ ഐസ്ക്രീമിന്റെ തൊട്ട് ആ പരസ്യ ബോർഡിന്റെ താഴെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവരെന്താ സംസാരിക്കണേന്ന് അറിയാം. ഞങ്ങളൊക്കെ മിക്കവാറും ആ ഏരിയയിലൊക്കെ ഉണ്ടാവും. ഇവര് വേറെ വല്ല മറ്റേ രാവിലെ അപ്പം കഴിച്ചത്, ഇഡലി കഴിച്ചത്, ദോശ കിട്ടിയില്ല, ഇതൊക്കെ ആയിരിക്കും അവരോട് പറയണേ. പക്ഷെ ഇതൊരു ഗെയിമിന്റെ ഭാഗമായിട്ടുള്ളതാണെന്നാണ് മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നിയിരിക്കണേ. അവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അവർ തമ്മിൽ എപ്പോഴും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. ഭയങ്കരമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് അവർക്കിടയിലുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് നിൽക്കുന്നത്, ഈ നേരത്തെ പറയുന്ന പോലെ ഒരു സേഫ് പ്ലേസ് അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക്. അങ്ങനെയാണ് എനിക്ക് മാത്രമല്ല അവിടെ എല്ലാവർക്കും. പക്ഷെ അവർക്കിടയിൽ ഒരു ലവ് ഉണ്ടെന്നുള്ളത് അവിടെ ആർക്കും
ആരും ചിന്തിക്കുന്നില്ല. ഐ മീൻ ആർക്കും തോന്നുന്നില്ല. ഓക്കെ. എസ്പെഷ്യലി അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശ്രീതു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കിടയിൽ വെറും ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ ചോദിക്കാനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോഴും മറ്റേ ഞാൻ എന്നെ തന്നെ ഗെയിം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാകാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാളായിരുന്നു. സാഗരത്തിന്റെ ചുറ്റിൽ ഇങ്ങനെ ചോട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയായിരുന്നു. അതുകൊണ്ട് നമുക്കിതൊന്നും വലിയ ഒരു അറിയില്ല. ഓക്കെ, ഇനി അടുത്ത ഒരാളും കൂടെ, സായി. സായി നിശബ്ദനായിട്ടുള്ള ഒരു ഗെയിമറാണ്. സായിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയോടുകൂടിയാണ് സായി ബിഗ് ബോസിനകത്തേക്ക് വന്നതെങ്കിലും സായി അകത്ത് വന്നപ്പോൾ പുറത്തു നിന്ന് കണ്ട ആളുകളായിരുന്നില്ല അകത്ത്. പുറത്ത് നമ്മൾ കാണുന്ന രൂപമായിരിക്കും അതൊരു പക്ഷേ ഇപ്പോൾ അഭിപ്രായം പറയുന്ന ഓഡിയൻസ് പോലും ഒരു പക്ഷേ എന്താണ് ബിഗ് ബോസ് എന്ന് 100% അവർ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഒപ്പീനിയൻ ആവണം എന്ന് നിർബന്ധമില്ല. അതുപോലെയായിരുന്നു സായിക്കും. സായി പുറത്ത് നിന്ന് കളി കണ്ട് അകത്തേക്ക് വന്നപ്പോഴത്തേക്കും മനസ്സിൽ വിചാരിച്ചിരുന്ന പല ധാരണകളും മാറിപ്പോയി. അതിനുശേഷം സായി വീണ്ടും ഗെയിമിലേക്ക് വന്ന് ആക്റ്റീവായി. സായി ഇപ്പോൾ നന്നായിട്ട് നിശബ്ദനായി നിന്നാണ് ഗെയിം കളിക്കുന്നത്. ആ നിശബ്ദതയാണ് സായിയുടെ വീക്ക് പോയിന്റും. പലപ്പോഴും സായി സൈലന്റ് ആവുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ശരി, ആ സെഗ്മെന്റ് അവിടെ കഴിഞ്ഞു. ഇനി വേറൊരു കാര്യം ചോദിക്കാം. നേരത്തെ തന്നെ ഈ പറയുന്ന ബിഗ് ബോസിൽ വിന്നർ ആയിട്ടിരുന്ന ഒരാള് ഇപ്പോ അദ്ദേഹം പല പല കാര്യങ്ങളും ബിഗ് ബോസിനെ കുറിച്ച് വിമർശിക്കുന്നുണ്ട്. പല പല കാര്യങ്ങളും അദ്ദേഹം ഇങ്ങനെ തുറന്നു പറയുന്നുണ്ട്. അതിങ്ങനെ മീഡിയയിലൂടെ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 3-4 ദിവസമായി ഇറങ്ങിയിട്ട്. അപ്പം അതൊക്കെ ഇപ്പം ശ്രീരേഖയുടെ ചെവിയിലേക്ക് എത്തിയോ? ശ്രീരേഖ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ ഇങ്ങനെ ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം എന്നെ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത് നിഷാനയാണ്. ബിഗ് ബോസിലുണ്ടായിരുന്ന നിഷാന. അപ്പോൾ നിഷാന എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി അറിഞ്ഞോ ഇവിടെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ സത്യത്തിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാക്കായി പോയി. ഇൻസ്റ്റാഗ്രാമിലൊന്നും ഞാനില്ല, സോഷ്യൽ മീഡിയയിലേ ഇല്ല. അതുകൊണ്ട് തന്നെ പുറത്തെ കാര്യങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല. എപ്പിസോഡ് വൈസ് ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഇനി സമയമെടുത്ത് വേണം കാണാൻ. പക്ഷെ നിഷാന ഇങ്ങനെ പറഞ്ഞു കുറേ കോൺട്രവേഴ്സീസ് ഇതിനുള്ളിൽ നടന്നു എന്ന് പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ എനിക്കതിനെ കുറിച്ചുള്ളൂ. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നുള്ള നില ചിലപ്പോൾ അതുണ്ടാമായിരിക്കാം, ഇല്ലായിരിക്കാം. ഈ ഇതില് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇത്തവണത്തെ ബിഗ് ബോസ് എന്ന് പറയുന്നതിൽ ഭയങ്കര കോൺട്രവേഴ്സി ഒഴിഞ്ഞിട്ട് നേരമുണ്ടായിരുന്നില്ല. അത്രയധികം കണ്ടസ്റ്റന്റ് വരികയും പലർക്കും ഹെൽത്ത് ഇഷ്യൂസ് കാരണം അല്ലെങ്കിൽ ബാക്കി അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കാരണം പലരും പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഫിസിക്കൽ അസോൾട്ട് വന്നു. ഇതൊക്കെ ഒരു നമ്മളെ ഇവിടുത്തെ ബിഗ് ബോസിൽ ഫസ്റ്റ് ടൈമാണ്, ഇന്ത്യയിലെ തന്നെ അല്ല എല്ലാ ബിഗ് ബോസുകളിലും ഫസ്റ്റ് ടൈമാണ് ഒരു ഫിസിക്കൽ അസോൾട്ട് വരിക. അത് നമ്മുടെ ഈ ഒരു സീസണിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഓൾറെഡി കുറേ കോൺട്രവേഴ്സീസ് ഉണ്ട്. അപ്പൊ ഈ ഒരു കോൺട്രവേഴ്സീസ് എന്താണെന്നറിയില്ല. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞെങ്കിൽ അത് മറ്റുള്ള ആളുകൾ അതിലുണ്ടായിരുന്ന അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ശരി. ഇനി ഇപ്പൊ നമ്മുടെ ശ്രീരേഖനെ കാണാനായിട്ട് വേറൊരാള് ഇവിടെ എത്തിയിട്ടുണ്ട്. അതും ഇവിടുന്ന് അടുത്തൊന്നൊന്നുമല്ല, അങ്ങ് ഓസ്ട്രേലിയയിൽ നിന്നുമാണ് ഒരാൾ കാണാനായിട്ട് എത്തിയിരിക്കുന്നത്. ഏത് വഴിക്കാണ് എത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ മ്യൂസിക് വരുമ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ആൾ എത്തും. ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആരാന്ന്? ആരായിരിക്കും ശ്രീരേഖയ്ക്ക് പരിചയമുള്ള ആ ഒരു ഓസ്ട്രേലിയയിൽ നിന്ന് വരാൻ പോണ ആള്? ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ എന്നെ കാണാൻ ആരാണ്? ആലോചിച്ച് നോക്കൂ. അയ്യോ കിട്ടുന്നില്ല. നോക്കാം ആരത്. എന്നാൽ നോക്കൂ, ആദ്യം ആള് നേരിട്ട് വരികയാണോ, ടിവിയിലൂടെ വന്ന് ചാടുകയാണോ? ഹായ് ശ്രീരേഖ ചേച്ചി, സോനയാണ്. സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മൾ വെയിൽ എന്ന് പറഞ്ഞ മൂവിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു ബാക്ക് ഇൻ 2019. അന്നാണ് ചേച്ചിനെ ഫസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നത്. അതും എൻ്റെയും ഫസ്റ്റ് ഫിലിമായിരുന്നു. അപ്പം അന്ന് ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചേച്ചി ഭയങ്കര എഫർട്ട്ലെസ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഭയങ്കര ഈസി ആയിട്ടൊരു ക്യാരക്ടറായിട്ട് മാറാൻ പറ്റും. ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം ഇപ്പോൾ ബിഗ് ബോസിൽ പോയി അടിപൊളിയായിട്ട് കളിച്ചിട്ട് വന്നതിൽ. ഇനിയും നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റട്ടെ. ബിഗ് സ്ക്രീനിൽ കാണാൻ കാത്തിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. കണ്ടപ്പോൾ മനസ്സിലായി ആരാണെന്ന്. പക്ഷെ ഗസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു തരത്തിലും ഗസ് ചെയ്യാൻ പറ്റിയില്ല. കൂടെ ഒരേ സിനിമയിൽ അഭിനയിച്ച ഒരാള്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ പോവാതിരുന്നത്? ഒന്നാമത്തെ കാര്യം വെയിലില് ആണ് ഞങ്ങൾ പരിചയപ്പെടുന്നതും അഭിനയിക്കുന്നത്. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് സീക്വൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. വെയിൽ കഴിഞ്ഞിട്ട് പിന്നീട് അതിന്റെ ഒരു പ്രൊമോഷൻ ടൈമിൽ കണ്ടിട്ട് അധികം നമ്മൾ സംസാരിക്കാനും പറ്റില്ല. ഇന്റർവ്യൂസ് ഒക്കെ ആയിട്ട് അങ്ങ് പോയി. പിന്നീട് ആള് ഓസ്ട്രേലിയക്ക് പോയി. പിന്നെ വേറെ 1-2 പടങ്ങളിലൊക്കെ അഭിനയിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും 2 വഴിയിലായി. കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ
അപ്രതീക്ഷിതമായിരുന്നു സോണയുടെ വീഡിയോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എൻ്റെ മോൻ ഷെയ്നെ, എൻ്റെ മോനെ പ്രണയിച്ച ആളാണല്ലോ. അതെ. ആ അങ്ങനെ ഒരു ബന്ധം കൂടി കിടക്കുന്നുണ്ട്. സോണ എന്നെ ഇത്രയൊക്കെ ഒബ്സർവ് ചെയ്തോ? ആകെ ഒരു ദിവസം 2 ദിവസമാണ് ഞങ്ങള് കോമ്പിനേഷൻ ഒരൊറ്റ ഷോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും നിങ്ങൾ ഒരേ സിനിമയിൽ അഭിനയിച്ചു. ചേച്ചിയുടെ അഭിനയം അതല്ലേ പറഞ്ഞത്, ചേച്ചിയുടെ അഭിനയം ഭയങ്കര അധികമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നല്ല. ശ്രീരേഖയുടെ അഭിനയം കാണുമ്പോ തന്നെ അത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഇത്ര ഇങ്ങനെയല്ലേ. അതാണ് എല്ലാവർക്കും ഡൗട്ട്, ഞാൻ അവിടെ അഭിനയിച്ചാണോ. അതാണ് എല്ലാവർക്കും മൊത്തത്തിൽ ഒരു ഡൗട്ട് വന്നിരിക്കുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഈ അഭിനയം ഞാൻ അവിടെ കാണിച്ചിരുന്നെങ്കിൽ ഞാൻ അല്ലേ. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്കും അതെ, ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നമുക്കും ഉണ്ടായിരുന്ന കുറെ ഓരോ നമ്മൾ കേട്ടിരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ എന്തൊക്കെയാലും നല്ല ക്ലിയർ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വീണ്ടും തന്നെ നമ്മുടെ മൈൽ സ്റ്റോണിൽ തന്നെ വേറെ എന്തെങ്കിലും ഒരു ഷോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അങ്ങനെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിൽ ഇന്ന് നമ്മൾ ശ്രീരേഖയുടെ വിശേഷങ്ങളെല്ലാമാണ് അറിഞ്ഞത്. ബിഗ് ബോസ് ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, അതിന്റെ കോമ്പറ്റീഷൻ ഇങ്ങനെ എല്ലാവരും വളരെ ഇൻട്രസ്റ്റോട് കൂടി തന്നെ അതിന്റെ ഓരോ എപ്പിസോഡും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നമ്മുടെ മൈൽ സ്റ്റോണിൽ തന്നെ ഈ ഒരു ഷോയിലൂടെയും മറ്റൊരു ഷോയിലൂടെയും ഇതിൽ നിന്ന് വരുന്ന ഓരോ മത്സരാർത്ഥികളുടെ ഓരോരോ ഇന്റർവ്യൂസ് ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് കാണാൻ പറ്റും. നിങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണല്ലോ അല്ലേ. ഇനി ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് മലയാള സിനിമയിലെ ഒരു യുവ നടനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരിക്കും. അദ്ദേഹമായിരിക്കും ഇനി നമ്മുടെ ഈ ഒരു സീറ്റിലേക്ക് വന്നിരിക്കാൻ പോകുന്നത്. അതാര് എന്ന് നിങ്ങൾ ഒന്ന് കാത്തിരുന്ന് തന്നെ കാണുക. അപ്പോൾ സീ യു ദെൻ, ബൈ.